കുടുംബക്കാര് പിള്ളേരായാൽ നല്ല ചൊല്ലുവിളി വേണം, അനുസരണയും വേണം, കുടുംബത്തോട് ഉത്തരവാദിത്വവും വേണം. ഞങ്ങളെ എന്ത് ഉത്തരവാദിത്വം ഇല്ലായ്മയാ കാണിച്ചത്? എവിടെ പോവുകയാണെങ്കിലും അതിവിടെ എന്നോടോ എന്നെ കണ്ടില്ലെങ്കിൽ രാധമ്മയോടോ വേണുവാശാനോടോ പറഞ്ഞിട്ട് പോണം. അല്ലാതെ ഈ കാളികൂളി കളിച്ച് നടക്കാനല്ല നിങ്ങൾക്ക് ലൈസൻസ് തന്നിരിക്കുന്നത്. ഞങ്ങള് രണ്ടുപേരും കൂടി ഒരു ഔട്ടിങ്ങിന് പോയത് അളിയന്റെ അമ്മേ. ഔട്ടിങ്ങിനോ? എവിടെ ഔട്ടിങ്? ഞങ്ങളൊന്ന് കന്യാകുമാരി വരെ കറങ്ങി അടിച്ചു വല്യമ്മേ. രണ്ടുപേരും കൂടി കടലിൽ ചാടി കെട്ടിപ്പിടിച്ചൊരു മുങ്ങിക്കളി. ഇതൊക്കെ എന്ത് തോന്നിയാസ? ഇന്നത്തെ കാലത്തെ ഏതെങ്കിലും ഭാര്യാഭർത്താക്കന്മാര് ചെയ്യുന്ന കാര്യമാണോ നിങ്ങൾ ചെയ്യുന്നത്? എന്തോന്ന് കെട്ടിപ്പിടുത്തോ? ആ, എന്താ ഇവിടെ പ്രശ്നം? അളിയന്റെ അമ്മ ഞങ്ങളെ ശകാരിക്കായിരുന്നമ്മേ. ഞങ്ങൾ എവിടെ പോയിന്ന് അളിയന്റെ അമ്മയ്ക്ക് അറിയണം. എന്റെ മക്കൾ അവർക്ക് സൗകര്യമുള്ളിടത്തേക്ക് പോകും. നിങ്ങൾ ആരവരെ ചോദ്യം ചെയ്യാൻ? അയ്യോ, ഞാൻ ആ അർത്ഥത്തിലൊന്നും അല്ല രാധമ്മയെ ചോദിച്ചത്. നിങ്ങൾ എന്തർത്ഥത്തിലാണെന്നും എന്തിനു വേണ്ടിയാണ് ചോദിച്ചതെന്ന് എനിക്ക് നല്ല പോലെ അറിയാം. അതെന്റെ മക്കളോട് വേണ്ട. ഞാൻ ഇവരുടെ അമ്മൂമ്മയല്ലേ രാധമ്മേ? ഇവിടെ ഞങ്ങളിപ്പോ പുറത്തുനിന്നുള്ള അമ്മൂമ്മമാരെ ഒന്നും എടുക്കുന്നില്ല. ഇവരെ ശാസിക്കാനും ആർക്കും അധികാരവും ഇല്ല. പറഞ്ഞത് മനസ്സിലായല്ലോ? എന്റെ നല്ല മനസ്സാരും കാണുന്നില്ലല്ലോ ദൈവമേ. ചങ്കെടുത്ത് കാണിച്ചാ പറയും അത് തരണ്ടി മീനാണെന്ന്. ആത്മാർത്ഥതയുള്ള എന്റെ ഈ ഹൃദയം ആര് കാണാൻ? എന്റെ ഭഗവാനെ, നീയും കാണുന്നില്ലല്ലോ. അമ്മേ, എനിക്ക് ഉടനെ വർമ്മസാറിന്റെ അടുത്തേക്ക് പോണം. മോൻ വാ, ഒരു ഗ്ലാസ് ചായ കുടിച്ചിട്ട് പോവാം. മോളും വാ. വാ. അവനുവേ നിന്നെ പോലെ എന്റെ ആങ്ങളെയാ. എന്റെ പൊന്നു ചേച്ചി, ഞാൻ പ്രത്യേകിച്ച് ഒന്നും വെച്ച് ചോദിച്ചതല്ല. ചേച്ചി എന്നെ എപ്പോഴും ശത്രുപക്ഷത്ത് നിർത്തല്ലേ. ശത്രുപക്ഷത്തും മിത്രപക്ഷത്തും ആരൊക്കെയാണെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാൻ ശേഖര. നിങ്ങൾക്ക് എന്തറിയാന്നാ പറയുന്നേ? ശരിടാ, രണ്ടു കൈയും കൂട്ടിമുട്ടുമ്പോഴാ ശബ്ദം ഉണ്ടാവുന്നത്. ഒന്നും വേണ്ട. ഓ, ഭാര്യയുടെ അഡ്വൈസ് അനുസരിക്കടാ, അതാ നിനക്ക് നല്ലത്. ഇത്തരം കാര്യങ്ങളിലൊക്കെ ഇവള് പറയുന്ന തന്നെയാ ശരി. ശരിയാണെന്ന് തോന്നിയിട്ടല്ലേ ചേച്ചി പലപ്പോഴും നാവടക്കി നിൽക്കുന്നത്. ഇതൊരു കുടുംബമല്ലേ, സമാധാനം വേണ്ടേ? അതുകൊണ്ടാ. എന്താ പ്രശ്നം? എന്താ ശൈല? എനിക്കറിയില്ല ഏട്ടാ. യാമിനിക്കോ? എനിക്കും അറിയില്ല ഏട്ടാ. ഇതെന്തോന്ന് താലപ്പൊലിയോ? ഇവരുടെ ഓരോ ഉടായിപ്പോളെ. ഇതെന്തിനാ ചേച്ചി? ഞാൻ പുറത്തേക്ക് പോകുമ്പോ ഈ ആരതി എപ്പോഴും ആരതി ഒഴിഞ്ഞൂടെ ഞാൻ എന്താ മഹാരാജാവോ? എന്താ സംശയം?
നീ ഒരു മഹാരാജാവ് തന്നെയാ പ്രതാപ. ഞാൻ ഈ ആരതിയുമായി വരുമ്പോഴേ പരിഹസിക്കാനും കുറ്റം പറയാനും പലരും ഉണ്ടാവും. ഞാനിത് ചെയ്യുന്നതേ എന്റെ ആങ്ങളയ്ക്ക് വേണ്ടിയാ. നിനക്കേ ശത്രുക്കളുടെ എണ്ണേ ദിനം പ്രതി കൂടി വരുക. ആ ശത്രുക്കളിൽ നിന്നൊക്കെ മോചനം കിട്ടണം. അതിനാ ഈ ആരതി ഒഴിയുന്നത്. നിനക്ക് കണ്ണീർ കിട്ടരുത്. എല്ലാ ദുഷ്ടശക്തികളും അകന്നു മാറിപ്പോണം. അതിനാ അഗ്നിദേവനെ സാക്ഷി നിർത്തിയുള്ള ഈ ആരതി ഒഴിയൽ. എന്റെ ആങ്ങളെ കാത്തോണേ ഭഗവാനെ, ശത്രുക്കൾക്ക് സർവനാശം വരുത്തണേ ഈശ്വര. ഇവനൊരു രോഗിയായി തകർന്നു വീഴണേ. നിന്റെ സർവ്വ സ്വത്തുക്കളും കൈക്കലാക്കി നിന്നെ ഞാൻ തെരുവിലിറക്കോടാ. നീ എന്നും എന്റെ ശത്രുവാടാ, ദ്രോഹി. നിനക്കേ ഞാൻ മാത്രമേ ഉള്ളൂ മോനെ. അവസാനം വരെ ഞാൻ നിന്നോടൊപ്പം ഉണ്ടാവും. അതെന്തിനാ ചേച്ചി അങ്ങനെയൊക്കെ പറയുന്നത്? ശേഖരനും നമ്മുടെ കൂടപ്പുറപ്പല്ലേ? അവനിത് കേട്ടാ വിഷമം ഉണ്ടാവില്ലേ? ഞാൻ എന്റെ ഏട്ടനെ തള്ളിപ്പറഞ്ഞ് പോകുന്നൊക്കെയാ ചേച്ചി പ്രതീക്ഷിക്കുന്നത്. അതൊന്നും അല്ല പ്രതാപ.